നമ്മളിന്നൊരു വെറൈറ്റി ബീട്രൂട്ട് കിച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 1 കപ്പ് തൈരാണ്. ആ തൈരിനെ നമുക്ക് ചെറുതായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ട് വേണ്ടത് കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തത്. അതുപോലെ തന്നെ പിന്നെ മല്ലിയില ഇടുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. ബീട്രൂട്ട് കിച്ചടിക്കകത്ത് മെയിനായിട്ടുള്ളത് ഒന്ന് തൈരും ബീട്രൂട്ടാണ്. നമ്മൾ ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബീട്രൂട്ടിനെ പുഴുങ്ങി വെച്ചതിന് ശേഷം അതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് 1 ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിനകത്തോട്ട് 1 മുറി തേങ്ങയും 3 പച്ചമുളകും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തൈര് നമുക്കിതിനകത്തോട്ട് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് പറഞ്ഞായിരുന്നു, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി മല്ലിയില, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബീട്രൂട്ട് ഇനി നമ്മൾ കുക്ക് ചെയ്തെടുക്കത്തില്ല, ഇനി അതിനകത്തോട്ട് കടുക് പൊട്ടിച്ചൊഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു കടായി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നല്ല മൂത്ത വന്നതിന് ശേഷം നമുക്ക് ഇത് ബീട്രൂട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വെറൈറ്റി ബീട്രൂട്ട് കിച്ചടി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന ഒന്നാണ് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യണം.